വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് 2 വർഷം പൂർത്തിയായിട്ടും ദുരന്തബാധിതരുടെ അന്തിമ ലിസ്റ്റ് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ദുരന്തത്തിനു ശേഷം വാസയോഗ്യമല്ലാത്തതായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളിലെ കുടുംബങ്ങളടക്കം ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. തുടച്ചു നീക്കിയ മുണ്ടക്കൈ മേഖലയിലെ റട്ടപ്പാടി, പടവെടിക്കുന്ന് പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന 30-ലധികം കുടുംബങ്ങളാണ് സർക്കാരിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാതെ ദുരിതത്തിലായിരിക്കുന്നത്. ദുരന്തശേഷം സർക്കാർ നിയോഗിച്ച ജോൺ മത്തായി കമ്മിറ്റി സമർപ്പിച്ച ചില മാനദണ്ഡങ്ങളുടെ പേരിലാണ് അർഹതയുണ്ടായിട്ടും ഈ കുടുംബങ്ങൾ പട്ടികയിൽ ഉൾപ്പെടാതെ പോയത്. നോഗോ സോണിൽ നിന്ന് 50 മീറ്റർ പരിധിയിലുള്ള ഒറ്റപ്പെട്ട കുടുംബങ്ങൾ എന്ന് രേഖപ്പെടുത്തിയതാണ് കുടുംബങ്ങൾക്ക് വിനയായത്. നിലവിൽ കൽപ്പറ്റ, മേപ്പാടി ഭാഗങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ കുടുംബങ്ങൾ. ഇവരൊക്കെ മുണ്ടക്കൈ താമസിക്കുന്ന ആൾക്കാരാണ്. ഞാൻ റാട്ടപ്പാടി. നമുക്ക് 20 കുടുംബമാണ് നിലവിൽ അവിടെ ഇനി ലിസ്റ്റിൽ വരാനുള്ളത്. ബാക്കി എല്ലാവരും വന്നു കഴിഞ്ഞു. തൊട്ട് അപ്പുറം വന്നു കഴിഞ്ഞു. നമ്മളെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എന്ത് മാനദണ്ഡ പ്രകാരം എന്നറിയില്ല. നമുക്കിങ്ങനെ പ്രതീക്ഷയുണ്ട്, ലിസ്റ്റ് ഇപ്പോൾ വരുന്നല്ലാണ്ട് ഈ പ്രതീക്ഷകളല്ലാണ്ട് ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ചൊരു മറുപടിയില്ല. ഈ 6000-5000 മാത്രം കിട്ടുന്നുള്ളൂ. അതിപ്പോൾ അനർഹമായിട്ടുള്ള ആൾക്കാരും കിട്ടുന്നുണ്ട്. അതിൽ കാര്യമില്ലല്ലോ. ഞങ്ങളൊക്കെ എന്താ പറയുക, ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് അവിടെ നിന്ന് വന്നവർക്കൊക്കെ വീടുണ്ട്. അവിടെ താൽക്കാലികമായി താമസിക്കുന്നവർക്ക്. ഞങ്ങൾ ജനിച്ചു വളർന്നവർക്ക് അവിടെ വീടില്ല. അർഹതപ്പെട്ടവരെ സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നായിരുന്നു അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDFന്റെ പ്രധാന ആക്ഷേപം. എന്നാൽ UDF അധികാരത്തിലെത്തി 3 മാസമാകുമ്പോഴും പുറത്തായ കുടുംബങ്ങൾക്ക് ഇതുവരെ ലിസ്റ്റിൽ ഇടം ലഭിച്ചിട്ടില്ല. നിരവധി തവണ അദാലത്തുകൾ നടത്തിയെങ്കിലും അവസാന ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചില്ല. അവസാന ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബങ്ങൾ. ന്യൂസ് മലയാളം, വയനാട്.